ഹലോ എവരിവൺ. +2 കഴിഞ്ഞൊരു കുട്ടി എഞ്ചിനീയറിങ്ങിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് മാത്തമാറ്റിക്സിൻ്റെയും സയൻസിൻ്റെയും സ്കോർ ഹൈ ആണെങ്കിലും അതിൻ്റെ ട്രെൻഡ് ഡിക്ലൈനിങ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഈ സാറ്റിൻ്റെ റിസൾട്ട് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കുട്ടീൻ്റെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും അബ്സ്ട്രാക്ട് റീസണിങ്ങും മെക്കാനിക്കൽ റീസണിങ്ങും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പോസിറ്റീവ് ആണ്. അതിൻ്റെ അർത്ഥം അനലിറ്റിക്കൽ റീസണിങ് ക്ലസ്റ്റർ സ്ട്രോങ് ആണ്. എഞ്ചിനീയറിംഗ് ഈസ് എ ഗുഡ് ചോയ്സ്. നമ്മൾ നോളജ് ടെസ്റ്റ് വീണ്ടും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ കുട്ടീൻ്റെ ഫണ്ടമെന്റൽ ആയിട്ട് സയൻസും സ്ട്രോങ് ആണ്, മാത്തമാറ്റിക്സും സ്ട്രോങ് ആണ്, സോഷ്യൽ സയൻസ് ക്ലസ്റ്റർ അത്യാവശ്യം വീക്കാണ്, ആപ്റ്റിറ്റ്യൂഡും നോളജും അത്യാവശ്യം സിങ്ക് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ഓവറോൾ ട്രെൻഡ് OLS എസ്റ്റിമേറ്റിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, സയൻസും മാത്തമാറ്റിക്സിൽ സയൻസ് ഇപ്പോൾ ഉള്ള പെർഫോമൻസ് സ്റ്റേബിളും ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്, കൂടുന്നോ കുറയുന്നുമില്ല. മാത്തമാറ്റിക്സ് ഓരോരോ ക്ലാസ്സുകളിലെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ്ലി ഡിക്ലൈനിങ് ആണ്. അതായത് സയൻസ് സ്റ്റേബിൾ ആയി പോകുമ്പോൾ മാത്തമാറ്റിക്സ് റാപ്പിഡ്ലി ഡിക്ലൈനിങ് ആണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ഹൈ ആണ്, നോളജും അത്യാവശ്യം ഹൈ ആണ്. പക്ഷേ ഓവർ ടൈമിൽ ഇതിൽ വലിയൊരു വ്യത്യാസം വരാൻ പോകാം. കാരണം സയൻസ് പ്രോഗ്രസിങ് അല്ല, മാത്തമാറ്റിക്സും പ്രോഗ്രസിങ് അല്ല. സയൻസ് ഫ്ലാറ്റ് ആയി പോകുന്നു, മാത്തമാറ്റിക്സ് ഡിക്ലൈനിങ് ആണ്. ഇത് എത്ര നേരത്തെ അറസ്റ്റ് ചെയ്യുന്നോ അത്രയും ബെറ്റർ ആയിരിക്കാം ഈ കുട്ടിയുടെ പ്രിപ്പറേഷൻ. താങ്ക് യു സോ മച്ച്.